പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ, ഇന്ന് ഞാൻ കുവകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. എൻ്റെ നാട്ടിനടുത്തുള്ള മുട്ടുങ്ങൽ പാടശേഖരത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിരവധി തവണ ഈ പാടശേഖരത്തിൽ നിന്ന് കർഷകരുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് മലയാളിയുടെ അടുക്കളയിലുണ്ടായിരുന്ന അവശ്യ വസ്തുവായിരുന്നു കൂവപ്പൊടി. അതായത് മലയാളിയുടെ അടുക്കളയിൽ വളരെയധികം പ്രാധാന്യത്തോടെ നാം കണ്ടുവന്നിരുന്ന ഒന്നാണ് കൂവപ്പൊടി. കൂവയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഇന്ന് പലരും ഈ കൃഷി രീതിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം തണലോ വെയിലോ വേണ്ടാത്ത ഒരു ചെടിയാണ് കൂവച്ചെടി. മാവിൻ്റെയോ പ്ലാവിൻ്റെയോ തണലിൽ പോലും കൂവ നന്നായിട്ട് വളരും. കേരളത്തിൽ മഞ്ഞക്കൂവയും വയലറ്റ് കൂവയും എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂവ വളരെയധികം ഉപയോഗിച്ച് വരുന്നുണ്ടെന്നാണ്. അതായത് ബേക്കറിയുടെ നിർമ്മാണത്തിലും മരുന്ന് നിർമ്മാണത്തിലും ഇത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു അവശ്യ ഘടകമാണ്. പിന്നെ മറ്റൊരു കാര്യം, വീടുകളിൽ തന്നെ കൂവ സംസ്കരിച്ച് പൊടിച്ചെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് വീടുകളിൽ തന്നെ ഇത് സംസ്കരിച്ചിട്ടെടുക്കാവുന്ന, വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കൂവപ്പൊടി 3-4 വർഷം വരെ കേടുവരാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഗ്രോ ബാഗുകളിൽ പോലും വീടുകളിൽ നമുക്കിത് കൃഷി ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ വളവുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, പച്ചച്ചാണകം കലക്കിയതോ പിണ്ണാക്കിൻ്റെ തെളിയോ ഇടയ്ക്ക് നൽകിയാൽ കൂവ നന്നായിട്ട് വളരും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കൂവയുടെ മൂട്ടിൽ നിന്ന് തന്നെ 4-5 കിലോ കൂവക്കിഴങ്ങ് ലഭിക്കും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും ഈ കൃഷി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.